സ്കൂളുകളിലെ അധിക സമയക്രമീകരണത്തിനുള്ള ടൈം ടേബിൾ പുനഃക്രമീകരിച്ച് വിദ്യാഭ്യാസ വകുപ്പ്. ആദ്യ പീരീഡ് രാവിലെ 9:45 മുതൽ 10:30 വരെയാക്കി. രാവിലത്തെ ഇടവേള വരെ 10 മിനിറ്റായി നിശ്ചയിച്ചു. ഉച്ചഭക്ഷണത്തിനായി 1 മണിക്കൂറും നൽകി. 8 പീരീഡ് നിലനിർത്തിയാണ് സമയക്രമീകരണം. UP വിഭാഗത്തിന്റെയും HS വിഭാഗത്തിന്റെയും അധിക പ്രവൃത്തി ദിനങ്ങളും പുറത്തിറക്കി. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, ഈ പുതിയ സമയക്രമം അടുത്തയാഴ്ചയാണ് വരാൻ പോകുന്നത് എന്നായിരുന്നു വാർത്തകൾ പുറത്തു വന്നിരുന്നത്. വിവരങ്ങൾ എന്തെല്ലാം? നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അരമണിക്കൂർ അധ്യയനം വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്ലാസ് റൂം സമയം കൂടി പുനഃക്രമീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിട്ടുള്ളത്. അധ്യയന വർഷത്തിന്റെ 2ാമത്തെ ആഴ്ച മുതലായിരിക്കും ഉത്തരവ് നടപ്പിലാക്കി തുടങ്ങുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത്. ആദ്യ 2 ആഴ്ചകളിൽ മറ്റ് പാഠപുസ്തകത്തിന് പുറത്തു നിന്നുള്ള ക്ലാസുകൾ നടക്കുകയാണ്. അപ്പോൾ പാഠപുസ്തക ക്ലാസുകൾ ആരംഭിക്കുന്ന മുറയ്ക്ക് ടൈം ടേബിൾ അനുസരിച്ചുള്ള ക്ലാസുകൾ ആരംഭിക്കുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത്. 8 മുതൽ 10 വരെയുള്ള ക്ലാസുകൾക്ക് വെള്ളിയാഴ്ചകൾ ഒഴികെയുള്ള പ്രവൃത്തി ദിനങ്ങളിൽ ആ ദിവസവും രാവിലെ 15 മിനിറ്റും ഉച്ചയ്ക്ക് ശേഷം 15 മിനിറ്റും അധ്യയനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഉത്തരവിറക്കിയിട്ടുള്ളത്. സംസ്ഥാന വിദ്യാഭ്യാസ ചട്ടപ്രകാരം 9, 10 ക്ലാസുകളിൽ 220 പ്രവൃത്തി ദിവസങ്ങളാണ് വേണ്ടത്. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പുതിയ സമയക്രമം നൽകിക്കൊണ്ടുള്ള ടൈം ടേബിൾ പുറത്തിറക്കിയിട്ടുള്ളത്. ആദ്യ പീരീഡ് രാവിലെ 9:45 മുതൽ 10:30 വരെ ആക്കി. ഉച്ചഭക്ഷണത്തിനുള്ള സമയം 12:45 മുതൽ 1:45 വരെ 1 മണിക്കൂറായി ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അവസാന പീരീഡ് എന്നുള്ളത് 3:45 മുതൽ 4:15 വരെ 8 പീരീഡ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ സമയക്രമീകരണം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കിയിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസ മേഖലയിലെയും സർക്കാർ എയ്ഡഡ്, അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകൾക്കും പുതിയ സമയക്രമം ബാധകമാണെന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് കൂടി അറിയിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ 5 മുതൽ 7 വരെയുള്ള UP വിഭാഗത്തിന് 2025 ജൂലൈ 7-നും 2025 ഒക്ടോബർ 25 എന്നീ 2 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസം കൂടിയിട്ടുണ്ട്. ഹൈസ്കൂൾ വിഭാഗത്തിന് 6 പ്രവൃത്തി ദിവസങ്ങൾ, അതായത് 6 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമായിരിക്കുമെന്നുള്ളതും ഉത്തരവിലൂടെ പറയുന്നു. 2025 ജൂലൈ 26, ഓഗസ്റ്റ് 16, ഒക്ടോബർ 4, ഒക്ടോബർ 25 കൂടാതെ 2026 ജനുവരി 3-നും ജനുവരി 31-നും ശനിയാഴ്ചകളിൽ ക്ലാസുകൾ ഉണ്ടാകുമെന്നുള്ളതും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിൽ അറിയിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറാണ് അല്പസമയം ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു ഉത്തരവ് പുറത്തിറക്കുന്നത്. അതേസമയം തന്നെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലെ LP വിഭാഗത്തിന് ഈ അധിക പ്രവൃത്തി ദിവസങ്ങൾ ഉണ്ടാകില്ല എന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. അതായത് വലിയ രീതിയിലുള്ള തർക്കങ്ങളും വിവാദങ്ങളും ഒക്കെ അവസാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വർഷം മുതൽ അധിക പ്രവൃത്തി സമയം അല്ലെങ്കിൽ അധിക അധ്യയന സമയം നൽകിക്കൊണ്ടുള്ള സർക്കാർ തീരുമാനം. തൊട്ടു പിന്നാലെ സമയം ക്രമീകരിച്ചുകൊണ്ടുള്ള ടൈം ടേബിൾ കൂടി പുറത്തിറങ്ങുന്നത്. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.